ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ വീടാണ് കാണിക്കുന്നത്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം ഇത് ഗേറ്റാണ്. എന്നുവെച്ചാൽ ബാക്കിലെ വീടല്ല, ഫ്രണ്ടിൽ ഞങ്ങൾ താമസിക്കുന്ന വീടാണേ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വഴിയാണ്. ഈ നാട്ടിലുള്ള എല്ലാ വഴികളും കോൺക്രീറ്റ് ആയെങ്കിലും ഞങ്ങളുടെ ഈ ഒരു വഴി മാത്രം ആരുടെയും കണ്ണിൽ പെട്ടില്ല. പിന്നെ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന വസ്തു ആർക്കുള്ളതോ എന്തോ, വർഷങ്ങളായി ഇതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാരെല്ലാം വേസ്റ്റ് കൊണ്ട് അതിലിടുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ വഴിയോളം തന്നെ നീളമുണ്ട് ആ വസ്തുവിനും. പിന്നെ ഇതെൻ്റെ പിച്ചിച്ചെടിയാണ്. ഇത് ഫ്രണ്ടിൽ കുറച്ച് ചെടികളെ നട്ടിട്ടുള്ളൂ, അതിലൊന്ന് പിച്ചിച്ചെടി. ഇതാണ് ഞങ്ങളുടെ വീട് ഗേറ്റ്. ഈ ഒരു വസ്തു വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇത് ആർക്കുള്ളതോ എന്തോ അറിയില്ല. അപ്പോൾ ഇതിനകത്ത് കാട് പിടിച്ച് പാമ്പും എല്ലാ തരം ജീവികളും, പന്നി വരെ ഇപ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത്. പന്നി ഇവർ ഇതിലേക്കൂടെ പോകുന്നുണ്ട്. ഇത് വീട്ടിൻ്റെ മുറ്റത്ത് അധികം ചെടികളൊന്നുമില്ല. വിളക്കിന് വയ്ക്കാനുള്ള പിച്ചിയും പിന്നെ വിളക്കിന് വയ്ക്കുന്ന ചെമ്പരത്തിയും മാത്രമേ ഇവിടെ നട്ടിട്ടുള്ളേ. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ടബിൽ ഞാൻ താമര ആമ്പലും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡിലേക്ക് പിന്നെ കുറച്ച് ചെടികളുണ്ട്. ഗേറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒരു മുല്ലച്ചെടിയുണ്ട്, പിന്നെ ചെമ്പരത്തി ഒരു തെറ്റി നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു റോസ് ഉണ്ട്, പിന്നെ ഒരു താമര. ഇത് പിങ്ക് ക്ലൗഡ് വിഭാഗത്തിൽപ്പെടുന്ന താമരയാണ്. ഇപ്പോൾ ഈ പോട്ട് ചെയ്തിട്ട് അത്ര വലിയ ഒരു വളർച്ചയൊന്നും അതിന് കണ്ടില്ല. പിന്നെ ഇത്രയോളൂ. മുറ്റം കുറച്ചായതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് ചെടികളൊന്നും അധികം വെച്ചിട്ടില്ല. കാരണം വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്